Godfather is a Malayalam political family drama directed by Siddiq Lal. Siddiq Lal സംവിധാനം ചെയ്ത ഒരു മലയാളം കുടുംബ ചിത്രമാണ് ഗോഡ്ഫാദർ. The film revolves around two feuding families. രണ്ട് കുടിപ്പകയുള്ള ശത്രുതയുള്ള രണ്ട് കുടുംബങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ ഉള്ളത്. The Anyuran family and the Anapara family. അഞ്ഞൂറാൻ കുടുംബവും ആനപ്പാറ കുടുംബവും who have been enemies for generation. അവർ രണ്ടുപേരും തലമുറകളായിട്ട് ശത്രുക്കളാണ്. The story begins with Anyuran, the strict patriarch of the Anyuran family. ഈ കഥ തുടങ്ങുന്നത് അഞ്ഞൂറാനെ കൊണ്ടാണ്. അഞ്ഞൂറാൻ കുടുംബത്തിലെ ഏറ്റവും കാർക്കശ്യക്കാരനായ കാരണവർ. Who deeply hates woman because he believes a woman caused his brother's death long ago. Who deeply hates woman. അദ്ദേഹം സ്ത്രീകളെ ശക്തമായി വെറുക്കുന്നു. ബിക്കോസ് കാരണം ബിലീവ്സ് അദ്ദേഹം വിശ്വസിക്കുന്നത് എ വുമൺ കോസ്ഡ് ഹിസ് ബ്രദേഴ്സ് ഡെത്ത് ലോങ് എഗോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരി ഒരു സ്ത്രീയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അദ്ദേഹം വെറുക്കുന്നു. ദെർഫോർ അതിനാൽ ഹി ഹാസ് ബാൻഡ് വുമൺ ഫ്രം എൻട്രിങ് ഹിസ് ഹൗസ് ഹോൾഡ്. തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ അദ്ദേഹം വിലക്കിയിട്ടുണ്ട്. ഓക്കെ. ഹൗവർ സംഗതി അങ്ങനെ കാണുമ്പോൾ ഏതായിരുന്നാലും ഹിസ് യങ്ങസ്റ്റ് സൺ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ രാമചന്ദ്രൻ അതായത് മുകേഷ് സീക്രട്ട്ലി ഫാൾസ് ഇൻ ലവ് വിത്ത് മാളവികയായിട്ട് രഹസ്യമായിട്ട് പ്രണയത്തിലാവുന്നു. ഹൂ ഹാപ്പൻസ് ടു ബി ഫ്രം ദ റൈവൽ ആനപ്പാറ ഫാമിലി. അവളാണെങ്കിൽ പ്രതിയോഗിയായ ആനപ്പാറ ഫാമിലി എന്നാണുള്ളത്. Their love brings chaos and comedy as both families try to protect their pride and tradition. അവരുടെ ആ ഒരു പ്രണയം തമാശയും അതോടൊപ്പം തന്നെ ചില അസ്വസ്ഥതകളും മൊത്തത്തിൽ ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുകയും രണ്ട് കുടുംബവും അവരുടെ അഭിമാനവും സംസ്കാരമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. The film beautifully blends comedy, romance and family rivalry. ഈ സിനിമ വളരെ മനോഹരമായിട്ട് കോമഡി അതുപോലെ തന്നെ റൊമാൻസ് കുടുംബ വൈരാഗ്യം ഇതൊക്കെ എന്താക്കുന്നുണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വിത്ത് മെമ്മറബിൾ പെർഫോമൻസസ് ബൈ ഇന്നസെൻറ്റ്. വളരെ ആകർഷകമായ ഓർത്തിരിക്കാൻ പറ്റുന്ന പ്രകടനങ്ങളാൽ ഇന്നസെൻറ്റ്, ജഗദീഷ്, ഇവരുടെ ഫിലോമിന ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് കൊണ്ടൊക്കെ ഈ സിനിമ കോമഡിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവഞ്ച്വലി അവസാനം ക്രമേണ ലവ് വിൻസ് ഓവർ ഹാട്രഡ്. വെറുപ്പിന് മേലെ സ്നേഹം വിജയിക്കുന്നു. ആസ് എ യങ്ങർ ജനറേഷൻ ഹെൽപ്സ് ദ ലോങ് സ്റ്റാൻഡിങ് ഫ്യൂഡ് ബിറ്റ്വീൻ യങ്ങർ ജനറേഷൻ ഹെൽപ്സ് ആൻഡ് ദ ലോങ് സ്റ്റാൻഡിങ് ഫ്യൂഡ് ബിറ്റ്വീൻ ദ ടു ഫാമിലീസ്. പുതിയ തലമുറ ഇളയ തലമുറ വർഷങ്ങളായിട്ട് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ നിലനിരുന്ന ആ ഒരു കുടിപ്പക അവസാനിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി ഈ മൂവിൻ്റെ തീമാണ് ദ മൂവി ഹൈലൈറ്റ്സ്. ഈ മൂവി എടുത്തു കാണിക്കുന്നു ഹൗ ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ഓവർകം ഈവൺ ദ ഡീപ്പസ്റ്റ് ഹാർട്ടഡ്. എത്ര ആഴത്തിലുള്ള വെറുപ്പാണെങ്കിലും അല്ലെങ്കിൽ മുറിവാണെങ്കിലും അതൊക്കെ എങ്ങനെ സ്നേഹം കൊണ്ടും മനസ്സാക്കൽ കൊണ്ടും മറികടക്കാം എന്നാണ്. ആൻഡ് ഹൗ ഓൾഡ് ട്രഡീഷൻസ് ആൻഡ് പ്രൈഡ് ക്യാൻ ഡിസ്ട്രോയ് പീസ് ഇഫ് ലെഫ്റ്റ് അൺചാലഞ്ച്ഡ്. അതേപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ചില രീതികൾ, കീഴ്വഴക്കങ്ങൾ, ചില ഭാഷകളൊക്കെ എത്രത്തോളം സമാധാനം നഷ്ടപ്പെടുത്തും ഇഫ് ലെഫ്റ്റ് അൺചാലഞ്ച്ഡ്. അതിനെതിരൊന്നും ആരും പ്രതികരിച്ചില്ലെങ്കിൽ എന്നും കൂടി ഈ ഒരു സിനിമ നമുക്ക് മനസ്സിലാക്കി തരുന്നു.